ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇംഗ്ലണ്ടിലെ ബോൺഹോൾ ക്ലിനിക്കിലാണ്. 1978 ലോകത്തിലെ ആദ്യത്തെ IVF-ലൂടെ കുഞ്ഞ് ജനിക്കുന്നത് ഈ ക്ലിനിക്കിൽ വെച്ചാണ്. ലൂയി ബ്രൗൺ എന്ന കുഞ്ഞ് ജനിക്കുന്ന 1978 പാട്രിക് സ്ട്രെപ്റ്റോ ആൻഡ് എഡ്വേർഡ്സ് എന്ന 2 ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ബോൺഹോൾ ക്ലിനിക്ക്. നമ്മളെപ്പോലെ ഈ IVF ഡോക്ടേഴ്സ് എല്ലാവരും പഠിക്കുന്നതും തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബോൺഹോൾ ക്ലിനിക്ക്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് IVF എന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്തിൽ അനേകം ദമ്പതികൾക്ക് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ളൊരു പോസിബിലിറ്റി തീർത്തും അടഞ്ഞു പോയേനെ. അപ്പോൾ തീർച്ചയായിട്ടും കുറേ പേർക്ക് നമ്മളിലൂടെ തന്നെ കുറേ പേര് IVF ട്രീറ്റ്മെൻറ്റ് പോസിറ്റീവ് ആകുന്നതൊക്കെ അതിൻ്റെയൊക്കെ തുടക്കം അല്ലെങ്കിൽ ഉത്ഭവം എന്ന് പറയുന്നത് ബോൺഹോൾ ക്ലിനിക്കിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ, അതായത് 1978 തുടങ്ങിയ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒട്ടനവധി ദമ്പതികൾക്ക്, ഒട്ടനവധി കപ്പിൾസിന് IVF എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് കുഞ്ഞ് ഉണ്ടാകാനും അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഈ ബോൺഹോൾ ക്ലിനിക്കിൽ നിന്ന് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ ലോകത്തിൽ ആരും അറിയാതെ പോവുകയും അതിലൂടെ കുറേ പേരുടെ സ്വപ്നം നടക്കാതെ പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം നമ്മുടെ കൂടെ. നമ്മുടെ ഈ യാത്രയിൽ ഇനിയും അനേകം കാര്യങ്ങൾ നടക്കട്ടെ. ഇനിയും അനേകം IVF-ലൂടെ ദമ്പതികൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നന്ദി, നമസ്കാരം.